ഹായ്, ഞാൻ ട്രിവാൻഡ്രത്ത് വന്നതിന് ശേഷം ലുലു മോൾ എപ്പോൾ കാണുമ്പോഴും ലുലു മോളിലേക്ക് എപ്പോൾ വരുമ്പോഴും ഞാൻ വിചാരിക്കും ഈ ഹൈപ്പർ മാർക്കറ്റിലെ ബിരിയാണി ഒന്ന് കഴിച്ചു നോക്കണം എന്ന്. ഞാനൊരു ഓൾ ടൈം ബിരിയാണി ഫാനാണ്. എനിക്ക് രാവിലെയോ ഉച്ചയ്ക്കോ രാത്രിയോ എപ്പോൾ ബിരിയാണി തന്നാലും ഞാൻ കഴിക്കും. പക്ഷേ എനിക്ക് ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ച് കിടന്നുറങ്ങാനാണ് കുറച്ച് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇന്ന് എനിക്ക് അതിനൊരു അവസരം ഒത്തുവന്നു. ഇന്ന് അമ്മ ഓൾറെഡി പ്രീ പ്ലാൻ ചെയ്തിട്ട് പുറത്ത് പോയായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു ഉച്ചയ്ക്ക് നിങ്ങൾ ഫുഡ് പുറത്തുനിന്ന് വാങ്ങി കഴിച്ചോളൂ എന്ന്. അപ്പോൾ നമ്മൾ എന്തായാലും ലുലു ഹൈപ്പർ മാർക്കറ്റിലെ ബിരിയാണി ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. ഹൈപ്പർ മാർക്കറ്റിൽ വന്നാൽ നമുക്കങ്ങനെ ബിരിയാണി മാത്രം വാങ്ങാൻ പറ്റുമോ? വെറും കൈയോടെ തിരിച്ചു പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ മേടിച്ചു. പിന്നെ ബിരിയാണി കഴിക്കാൻ നമുക്ക് പ്ലേറ്റ് വേണം. പ്ലേറ്റും മേടിച്ചു. പിന്നെ ഇന്നൊരു വീക്ക് ഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഹൈപ്പർ മാർക്കറ്റിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഷുഗർ കട്ടഡ് ആയിട്ടൊന്നും എടുക്കാറില്ല. ഞാൻ വെറുതെ പറഞ്ഞു കേട്ടോ, പോന്നും വേണ്ട. ഞാൻ പൈസക്കാരിയായിട്ട് മേടിക്കും. എന്റെ ഇഷ്ടത്തിന് പൈസക്കാരിയായിട്ട് ചോക്ലേറ്റ് ആണോ മേടിക്കുന്നത്? എനിക്ക് അത്ര കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഫാനല്ല ഞാൻ. എനിക്ക് ഓറഞ്ച് ജ്യൂസ് അല്ലെങ്കിൽ ഗ്രേപ്പ് ജ്യൂസാണ് കുറച്ചും കൂടി ഇഷ്ടം. അപ്പോൾ ഞാൻ ഇതൊക്കെ മേടിച്ചിട്ട് നമ്മൾ ഫുഡ് കോർട്ടിൽ പോയി നമുക്ക് നല്ലൊരു സ്ഥലം കിട്ടി. അതായത് ആ ഒരു എല്ലാം കാണാൻ പറ്റുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, കോർണറിലുള്ളൊരു സ്ഥലം, ആ സ്ഥലം കിട്ടി. പക്ഷേ ഞാനും രോഹിത്തും അതിൻ്റെ ഇടയിൽ ഒരു ഇമോഷണൽ ഡിഫിക്കൽട്ടിയുടെ ഒരു സാഹചര്യത്തിലെത്തി. ഈ ടെക്നിക്കൽ ഡിഫിക്കൽട്ടി എന്നൊക്കെ പറയണ പോലെ. അതായത് ഞാനും അവനും ചെറുതായിട്ടൊന്ന് ഉടക്കി. എൻ്റെ മുഖത്ത് ആ ഒരു ഇമോഷണൽ ഡിഫിക്കൽട്ടിയുടെ എല്ലാവിധ എക്സ്പ്രഷൻസും എൻ്റെ മുഖത്ത് ഇങ്ങനെ പ്രതിധ്വനിക്കുന്നുണ്ട്. നമ്മളൊരു 500 ഗ്രാമിൻ്റെ ബിരിയാണിയാണ് കേട്ടോ മേടിച്ചത്. നമ്മൾ ഹാഫ് ആക്കി എടുത്ത് കഴിച്ചു. നല്ല ബിരിയാണി ആയിരുന്നു. ഞാൻ തുടച്ചുണ്ടു. എനിക്ക് കുറച്ചും കൂടിയും ഗ്രേവിയൊക്കെ ഉള്ള ബിരിയാണിയാണ് ഇഷ്ടം. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് ഞാൻ രോഹിത്തിൻ്റെ അടുത്ത് ഓരോ കഥകളൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ വീട്ടിൽ പോയി. അപ്പോൾ ബൈ.